അട്ടക്കുളങ്ങര സ്കൂളിലെ കെട്ടിടം തകർന്നു വീണതിൽ മേയർ വി രാജേഷിന് വി ശിവൻകുട്ടിയുടെ മറുപടി. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ പ്രതികരണം നടത്തേണ്ടത് പഠിച്ചതിന് ശേഷമാകണം. കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അത് പൊളിച്ചു നീക്കേണ്ട ഉത്തരവാദിത്തം നഗരസഭയ്ക്കാണെന്നും വീഴ്ച മറച്ചുവെക്കാൻ മറ്റുള്ളവരെ വിമർശിക്കുന്നതിൽ കാര്യമില്ലെന്നും വി ശിവൻകുട്ടി ന്യൂസ് 18 പറഞ്ഞു. BJP നേതാക്കൾ പ്രത്യേകിച്ച് മേയർ ഇന്നലെ അവിടെ സന്ദർശനം നടത്തിയ ശേഷം പ്രതികരിച്ചത് 3 കോടി രൂപയുടെ ചെലവിൽ നിർമ്മാണം നടത്തിയ ഒരു കെട്ടിടം കാലപ്പഴക്കം ചെല്ലുന്നതിന് മുമ്പ് എങ്ങനെയാണ് തകർന്നു വീണത്, അതിൽ ദുരൂഹതയുണ്ട് എന്നൊക്കെയാണ്. അതിനോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എനിക്ക് അയാൾക്ക് മാത്രമേ അതിനെ സംബന്ധിച്ചുള്ള വിജ്ഞാനം ഉണ്ടാവുള്ളൂ. ഇന്ത്യയിൽ ആർക്കും തന്നെ അങ്ങനെ ഒരു വിജ്ഞാനവും ഒരു വിവരവും ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുന്നില്ല. എൻ്റെ അറിവിൽ 15 ലക്ഷം രൂപയുടെ ഒരു മെയിൻ്റനൻസ് വർക്ക് അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ്. ബാക്കി അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള വിവരത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും. ഇത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ വസ്തുതയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് അത്ര ഗുണമായിട്ട് ആണ് തോന്നുന്നില്ല. രണ്ടാമത്തെ ഉത്തരവാദിത്തം കോർപ്പറേഷൻകാർ ഈ കാര്യത്തിൽ എന്ത് ചെയ്തു? മെയിൻ്റനൻസ് നടത്തിയ ശേഷം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തോ കൊടുത്തില്ലയോ? അതല്ലാതെ വേറൊരു ഉത്തരവാദിത്വമാണ് കോർപ്പറേഷൻ ഉള്ളതെന്ന് വെച്ചാൽ തകരാറായിരിക്കുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുക എന്നുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുള്ള കോർപ്പറേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിലും വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ തങ്ങളുടെ വീഴ്ച മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞാൽ കള്ളത്തരം പറഞ്ഞതിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുമെന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.